വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ പിന്നെ നാരദൻ കഴിഞ്ഞ സർഗത്തിൽ നാരദൻ വന്ന് പിന്നെ ഇപ്പോൾ ദശരഥ മഹാരാജാവ് അങ്ങേ പിന്നെ അഭിഷേകം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിക്കും. അങ്ങനെ രാജാവായിരുന്നാൽ പിന്നെ അങ്ങയുടെ പിന്നെ അവതാരോദ്ദേശമായിട്ടുള്ള രാവണവധം നടക്കാതിരുന്നാലോ എന്ന് ബ്രഹ്മാവിന് പേടിയുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ബ്രഹ്മാവ് എന്നെ അയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല. ഞാൻ ആ സത്യം, ആ പ്രതിജ്ഞ ഞാൻ നിറവേറ്റിക്കോളാം, ഭൂഭാരം കുറയ്ക്കാം എന്നുള്ള പ്രതിജ്ഞ ഞാൻ നിറവേറ്റിക്കോളാം എന്ന് ഭഗവാൻ അങ്കിട് നാരദനോട് പറഞ്ഞു എന്നാണല്ലോ നമ്മൾ നിർത്തിയത്. അതിൽ ആ ഭാഗം കുറച്ച് വേണമെങ്കിൽ ഒന്ന് വായിക്കാം എഴുത്തച്ഛൻ്റെ. അതായത് ശ്രീരാമൻ്റെ മറുപടി നാരദനോട്, ഞാൻ സത്യം ലംഘിക്കില്ല എന്ന് പറഞ്ഞിട്ടേ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായികതൂമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലീ മൂലമതീനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലൗഖക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. ആർക്കും പ്രാരബ്ധകർമ്മം അനുഭവിക്കാതെ തരല്ല. നമ്മൾ ഈ ദേഹം എടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ പ്രാരബ്ധകർമ്മ ഫലങ്ങൾ അനുഭവിക്കാനാണ്. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുമുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാൻ അന്വയനാശം വരുത്തുവാൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘൂപതി ചിത്തപ്രമോദേന നാരദൻ അന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ചീടിനാൻ ആദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഇനിയാണ് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നമ്മളും കിടക്കുന്നത്. ഏത്? അയോധ്യാകാന്ഡം 2-ാം സ്വർഗം. ഇനിയിപ്പോൾ അഭിഷേകമൊക്കെ ആയി. അതെ, അഭിഷേകത്തിന് വട്ടം കൂട്ടുകയാണല്ലോ ഇപ്പോൾ യുവരാജാവായിട്ട് ഇവർ പോയി. ഭരതനും ശത്രുഘ്നനും രാജ്യത്തിലേക്ക് പോയി. അപ്പം നമുക്ക് അയോധ്യാകാന്ഡം 2-ാം സർഗത്തിലേക്ക് പോവാം. ശിവൻ പറയണതാണ് ശ്രീപാർവതിയോട്. അങ്ങനെയാണ് തുടങ്ങണത്. ശ്രീ മഹാദേവ ഉവാച. അപ്പം നമുക്ക് അഥ രാജാ ദശരഥ കദാചിദ്രഹസി സ്ഥിത വസിഷ്ഠം സ്വകുലാചാര്യമഹുയേദമഭാഷത. അഥ ദശരഥ രാജ, അതിനുശേഷം ദശരഥ മഹാരാജാവ് കദാചിത് രഹസി സ്ഥിത, ഒരിക്കൽ ഒറ്റയ്ക്കിങ്ങനെ നിന്നിട്ട് സ്വകുലാചാര്യം, അതായത് വേറെ ആരുമില്ല, വസിഷ്ഠനും ദശരഥനും മാത്രമേ ഉള്ളൂ. സ്വകുലാചാര്യം വസിഷ്ഠം ആഹൂയ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ ആരും ഇല്ലാത്തപ്പോൾ വസിഷ്ഠനെ വിളിപ്പിച്ചിട്ട് ഇതം അഭാഷത, വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് ആരും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ കൈകൈ മുടക്കിയത് അതൊക്കെ പറയാൻ ഭാവിക്കുകയാണ്. ആര്? പിന്നെ ശിവൻ
ശിവൻ ശ്രീപാർവതിയോട് പറയാൻ ഭാവിക്കുകയാണ് കേട്ടോ. അതാണ് കഥ തുടങ്ങിയാണ്. അപ്പോൾ ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു രാജധാനിയിലേക്ക്. എന്നിട്ട് ദശരഥൻ വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ മഹാദേവ ഉവാച അഥ രാജാ ദശരഥ കദാചിദ്രഹസി സ്ഥിത വസിഷ്ഠം ആഹൂദേയമഭാഷതാം ഭഗവൻ രാമമഖില പ്രശംസന്തി മുഹുർമുഹു പൗരാശ്ച നൈഗമാ വൃദ്ധ മന്ത്രിണശ്ച വിശേഷത. ഭഗവൻ, അല്ലയോ ഭഗവാനെ, അതായത് വസിഷ്ഠനെ വിളിക്കുകയാണ്. രാമനെ പൗരാഹ മീൻസ് എല്ലാ ജനങ്ങളും, അവിടുത്തെ എല്ലാ അയോധ്യയിലത്തെ എല്ലാ ആൾക്കാരും നിഗമം വേദം അതിൻ്റെ അർത്ഥം, അതായത് നൈഗമാഹ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വേദാർത്ഥം അറിയുന്നവർ. നൈഗമന്മാരാരാണ്? വേദത്തിൻ്റെ സാരം അറിയുന്നവരെയാണ് നൈഗമൻ എന്ന് പറയുന്നത്. നിഗമം വെച്ചാൽ വേദമാണല്ലോ. അപ്പം നൈഗമന്മാരെ പറഞ്ഞു വെച്ചാൽ വേദാർത്ഥം ഗ്രഹിച്ചവരെയാണ്. അവരും വൃദ്ധാഹ വൃദ്ധന്മാരും അഖിലാഹ എല്ലാവരും, അതായത് വലിയ വേദപണ്ഡിതന്മാരും വയോവൃദ്ധന്മാരും എന്ന് വേണ്ട എല്ലാവരും, അഖില എന്ന് പറഞ്ഞു, അഖിലാഹ എല്ലാവരും, മന്ത്രിണഹ വിശേഷത മന്ത്രിമാർ പ്രത്യേകിച്ചും മുഹു പ്രശംസന്തി ശ്രീരാമനെ വീണ്ടും വീണ്ടും പ്രശംസിക്കുന്നു എന്ന്. എന്താ വസിഷ്ഠനോട് പറയണ ദശരഥൻ വെച്ചാൽ സന്തോഷമാണ്. കാരണം നാട്ടുകാർ മുഴുവനും, ഇപ്പം അത്ര അറിവില്ലാത്ത നാട്ടുകാർ മാത്രമല്ല, വലിയ വേദപണ്ഡിതന്മാരും വയോവൃദ്ധന്മാരും വളരെ പക്വത വന്ന വൃദ്ധന്മാരും എന്ന് വേണ്ട സകല ജനങ്ങളും ശ്രീരാമനെ പിന്നെ മന്ത്രിമാരും അവരത്രയ്ക്കും എങ്ങനെയാണ് ശ്രീരാമൻ ഓരോന്നും ചെയ്യണതെന്നൊക്കെ, രാജ്യത്തു കൂടെ നടന്ന ഓരോന്നും ചെയ്യണതെന്നൊക്കെ കാണുന്നുണ്ടല്ലോ മന്ത്രിമാരെ. അവർക്ക് നല്ലോണം അറിയാലോ ഭരണമൊക്കെ. അവരും അടക്കം എല്ലാവരും ശ്രീരാമനെ വീണ്ടും ഭയങ്കരമായിട്ട് പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. വെച്ചാൽ ശ്രീരാമൻ്റെ കഴിവിനെ പറ്റിയിട്ടൊക്കെ, ശ്രീരാമൻ്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടും ശ്രീരാമൻ്റെ രാജ്യഭരണത്തിനുള്ള കഴിവിനെ പറ്റിയൊക്കെ പ്രശംസിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാവരും. ഭഗവൻ രാമമഖില പ്രശംസന്തി മുഹുർമുഹു പൗരാശ്ച നൈഗമാ വൃദ്ധ മന്ത്രിണശ്ച വിശേഷത. തത സർവഗുണോപേതം രാമം രാജീവലോചനം ജ്യേഷ്ഠം രാജ്യേഭിഷേക്ഷ്യാമി വൃദ്ധോഹം മുനിപുങ്കവ. എന്താ പറയണേ? തഥ അതുകൊണ്ട് എല്ലാവരാലും അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ് മുനിപുങ്കവ. അതുകൊണ്ട് ഹേ മുനിശ്രേഷ്ഠ, വസിഷ്ഠനോട് പറയാണല്ലോ, സർവഗുണോപേതം രാജീവലോചനം ജ്യേഷ്ഠം രാമം, സർവഗുണസമ്പന്നനായിട്ടുള്ള ഈ മൂത്ത സഹോദരനായിട്ടുള്ള ഈ രാമനെ രാജ്യ അഭിഷേക്ഷാമി, രാജ്യത്തിൽ ഞാൻ അഭിഷേകം ചെയ്യുന്നു. എനിക്കിപ്പോൾ അതാണ് തോന്നണത്. എന്താ? അഹം വൃദ്ധ, ഞാൻ വൃദ്ധനായില്ലേ. ഹേ വസിഷ്ഠ മഹർഷേ, ഞാൻ വയസ്സായി. എനിക്ക് ഇത്ര എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഈ സർവഗുണ സമ്പന്നനായിട്ടുള്ള ഈ എൻ്റെ ഈ മൂത്ത പുത്രനായിട്ടുള്ള രാമനെ ഞാൻ രാജ്യാഭിഷേകം ചക്രവർത്തിയായിട്ട് രാജ്യാഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അഭിഷേകം ചെയ്യാണ് എന്ന് പറഞ്ഞു. ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നല്ല കേട്ടോ വസിഷ്ഠനോട്. ഞാൻ ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീർച്ചയാക്കി. എന്തുകൊണ്ടാണ്? സർവഗുണസമ്പന്നനാണ്, എല്ലാവരാലും സമ്മതനുമാണ് എന്ന് പറഞ്ഞു. തഥാ സർവഗുണോപേതം രാമം രാജീവലോചനം ജ്യേഷ്ഠം രാജ്യേഭിഷേക്ഷ്യാമി വൃദ്ധോഹം മുനിപുങ്കവ. വയസ്സായില്ലോ, ഇനിയിപ്പോൾ ശ്രീരാമൻ എത്ര എഫിഷ്യൻ്റായിട്ട് ഭരിക്കാൻ പറ്റും എന്നേക്കാളും എന്നുള്ള നിലയ്ക്ക്. ഭരതോ മാതുലം ദ്രഷ്ടും ഗത ശത്രുഘ്ന സംയുത അഭിഷേക്ഷ്യ ശ്വ ഏവാശു ഭവാം സ്തച്ചാനുമോദതാം. ഭരത ശത്രുഘ്ന സംയുത, ഭരതൻ ശത്രുഘ്നൻ്റെ കൂടെ മാതുലം ദ്രഷ്ടും ഗത,
അമ്മാമനെ കാണാൻ പോയിരിക്കുന്നു ഭരതൻ, അല്ലേ? കേകയ രാജ്യത്തിലേക്ക് അല്ലേ യുധാജിത്തിനെ കാണാൻ പോയില്ലോ. ശ്വഹ ഏവ ആശു അഭിഷേക്ഷ്യ, ശരിയാണ്, അവരിവിടെ ഇല്ല എങ്കിലും നാളെ തന്നെ അഭിഷേകം ചെയ്യണം. സത്യം പറഞ്ഞാൽ ഭരതൻ ഇല്ലാത്തതൊരു നല്ല കാര്യമായി എന്നും കൂടി ഒരു ചെറിയൊരു സൂചന ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയാണല്ലോ. നോക്കൂ, ഭരതനും ശത്രുഘ്നനും കൂടിയിട്ട് അമ്മാവനെ കാണാൻ പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാലും അർത്ഥം, എന്നാലും അല്ലെങ്കിൽ അതുകൊണ്ടെന്നും കൂടി ആവാം. എന്നാലും ഞാൻ നാളെ തന്നെ ശ്വച്ച നാളെയാണ്, ശ്വഹ ഏവ ആശു അഭിഷേക്ഷ്യേ, നാളെ തന്നെ എനിക്ക് അഭിഷേകം ചെയ്യണം എന്നാണ് മോഹം. ഭവാൻ ച തദ് അനുമോദത, ഭവാനും അതിനോട് യോജിക്കണം എന്ന് പറയണം, അതിനെ അനുമോദിക്കണം എന്ന്. വസിഷ്ഠനോട് അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കല്ല, ഞാനങ്ങനെ തീർച്ചയാക്കിയിരുന്നു. അതിന് വസിഷ്ഠൻ അതിന് സമ്മതിക്കണം, അല്ലെങ്കിൽ അതിന് പിന്താങ്ങണം എന്ന് പറയണം. അതായത് ഭരതൻ ഇപ്പം ഇല്ല ഇവിടെ, പക്ഷെ എനിക്ക് ഭരതൻ മടങ്ങി വരുന്നവരെ കാത്തിരിക്കാൻ സാധ്യമല്ല, നാളെ തന്നെ. അപ്പം അത് ഭരതൻ ഇല്ലാത്തപ്പോൾ വേണമെന്നാണോ എന്നിപ്പോൾ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, തെളിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും. അതുകൊണ്ട് നാളെ തന്നെ എനിക്ക് ശ്രീരാമനെ രാജാവായി അഭിഷേകം ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിന് അങ്ങ് തടസ്സം പറയരുത് എന്നുള്ള പോലെയാണ് പറയണത്. എന്താ, അത് അങ്ങ് അനുവദിക്കണം, അല്ലെങ്കിൽ അതിനെ എൻ്റെ ആ നിശ്ചയത്തിനെ അങ്ങ് അനുമോദിക്കണം എന്ന് പറയണം. ഭരതോ മാതുലം ദ്രഷ്ടും ഗത ശത്രുഘ്ന സംയുത അഭിഷേക്ഷ്യേശ്വ ഏവാശു ഭവാംസ്തനുമോദതാം. 5 സംഭ്രിയന്താം ച ഗച്ഛ മന്ത്രയ രാഘവം ഉച്ഛ്രീയന്താം പതാകാശ്ച നാനാവർണ സമന്തത. സംഭാരാഹ സംഭ്രിയന്താം ച, അതായത് ഇതിനുള്ള സാധനങ്ങൾ, ഈ അഭിഷേകം രാജാവായിട്ട് അഭിഷേകം ശ്രീരാമാഭിഷേകത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വേഗം സംഭരിച്ചോളൂ എന്ന് പറയുകയാണ്. സംഭാരം സംഭ്രിയന്താം ച, അതിന് വേണ്ട ഒരു ശ്രീരാമാഭിഷേകത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കിക്കോളൂ, പിന്നെയോ ശേഖരിച്ചോളൂ. ഗച്ഛ രാഘവം മന്ത്രയ, രാമനെ പോയി ഈ വിവരം അറിയിക്കൂ. നാനാവർണാഹ പതാകാഹ, പലതരത്തിലുള്ള കൊടികൾ. സമന്തത ഉച്ചയന്താം, 4 ഭാഗത്തും ഉയർത്തട്ടെ കൊടികൾ. നാളെ അഭിഷേകമാണെന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിനെ അത് ആണെന്ന് എല്ലാവരെയും അറിയിക്കാൻ എന്ന പോലെ വർണ്ണപ്പകിട്ടുള്ള ധാരാളം കൊടികൾ ഉയരട്ടെ, അല്ലെങ്കിൽ ഉയർത്താൻ ആരെങ്കിലും പറയൂന്ന്. എന്താ പറയണ വസിഷ്ഠനോട്? അതിനെന്താ, നാളെ അഭിഷേകം വേണം, അതിന് വേണ്ടത് മുഴുവൻ അങ്ങ് ഒരുക്കിക്കോളൂ. മാത്രമല്ല രാമനോട് ചെന്ന് പറയൂ, ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പോയി പറയൂ. എന്നിട്ട് നാട്ടുകാരെ അറിയിക്കാൻ എന്ന പോലെ ധാരാളം പല വർണ്ണങ്ങളിലുള്ള കൊടിക്കൂറകളൊക്കെ ഉയരട്ടെ. സംഭ്രിയന്താം ച ഗച്ഛ മന്ത്രയ രാഘവം ഉച്ഛ്രീയന്താം, ഉയർത്തട്ടെ എന്ന്. പതാകാശ്ച നാനാവർണ സമന്തത തോരണാനി വിചിത്രാണി സ്വർണമുക്താമയാനി വൈ ആഹൂയ മന്ത്രിണം രാജാ സുമന്ത്രം മന്ത്രിസത്തമം. ഒരു ശ്ലോകം കൂടി ഒന്നിച്ചാണ്. ആജ്ഞാപയദ്യത്വാം മുനിസ്തത്തൽ സമാനയാ യൗവരാജ്യേഭിഷേക്ഷ്യാമി ശ്വോഭൂതേ രഘുനന്ദനം. സ്വർണമുക്താമയാനി വിചിത്രാണി തോരണാനി വൈ ഉച്ഛ്രീയന്താം. അതായത് സ്വർണ്ണ നിറത്തിലുള്ളതും വളരെ ഭംഗിയുള്ളതും ആയിട്ടുള്ള നിറച്ച് തോരണങ്ങളെ എല്ലാ ദിക്കിലും ഉയർത്തി കേട്ടട്ടെ എന്ന്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള വളരെയധികം വിചിത്രമായിട്ടുള്ള തോരണങ്ങളെ എല്ലാ ദിക്കിലും ഉയരട്ടെ. രാജാവ് മന്ത്രിസത്തമം സുമന്ത്രം മന്ത്രിണം ആഹൂയ. എന്നിട്ട് ദശരഥൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സുമന്ത്രരെ വിളിപ്പിച്ചു. എന്നിട്ട് മുനിഹി യദ്യത്വാം ആജ്ഞാപയതി, എന്നിട്ട് പറഞ്ഞു, വസിഷ്ഠമുനി എന്തൊക്കെയാണ്
ആജ്ഞാപിക്കുന്നത്? തത് സമാനയ, അതിനെയൊക്കെ ഒരുക്കി കൊടുക്കണം എന്ന് മന്ത്രിയോട് പറഞ്ഞു. ആരോട്? സുമന്ത്രരോട്. ശോഭൂതേ, നാളെ വെളിച്ചായ നാളെ ഇങ്ങോട്ട് പുലർന്നാൽ രഘുനന്ദനം രാമനെ യൗവരാജ്യെ അഭിഷേക്ഷ്യാമി, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ഞാൻ തീർച്ചയാക്കി. എല്ലാം ആരോടും ചോദിക്കുന്നില്ല, സ്വന്തമാണ് തീർച്ചയാക്കി തന്നെയാണ് ചെയ്തത്. ധൃതിയിൽ വേണം എന്നുള്ള പോലെ അല്ലേ. അപ്പം എന്താ പറഞ്ഞ ഇതിൽ? നല്ല സ്വർണം കൊണ്ട് മുത്തോണ്ടുള്ള തോരണങ്ങൾ എല്ലാ ദിക്കിലും, വളരെ വിചിത്രമായിട്ടുള്ള തോരണങ്ങൾ എല്ലാ ദിക്കിലും ഉയർത്തി കെട്ടിക്കോളൂ. എന്നിട്ട് വസിഷ്ഠനോടത് പറഞ്ഞതിന് ശേഷം വേഗം സുമന്ത്രരെ, വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയാണ് ദശരഥൻ, സുമന്ത്രരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, വസിഷ്ഠമുനി നാളെ അഭിഷേകത്തിന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ശ്രീരാമനെ. അതിന് വേണ്ടതായിട്ടുള്ള സാമഗ്രികളൊക്കെ എന്താണ് വസിഷ്ഠമുനി വേണമെന്ന് പറയണത്, അതൊക്കെ സുമന്ത്രർ വേഗം ഒരുക്കി കൊടുക്കൂ. ഞാൻ നാളെ ശ്രീരാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് സുമന്ത്രരോടും പറഞ്ഞു. വസിഷ്ഠനോട് പറഞ്ഞതിന് ശേഷം സുമന്ത്രരെ വിളിച്ച് വസിഷ്ഠൻ്റെ ആവശ്യങ്ങളൊക്കെ വേഗം ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു അഭിഷേകത്തിന്. എന്നിട്ട് ഈ തീരുമാനവും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ പറയുക, 6 7 ചെല്ലാം. തോരണാനി വിചിത്രാണി സ്വർണമുക്താമയാനി വൈ ആഹൂയ മന്ത്രിണം രാജാ സുമന്ത്രം മന്ത്രി സത്തമം ആജ്ഞാപയതി യദ്യത്വാം മുനിസ്തത്തൽ സമാനയാ യൗവരാജ്യേഭിഷേക്ഷ്യാമി ശോഭൂതേ രഘുനന്ദനം. നാളെ പുലർന്നാൽ ഇനിയോ തഥേതി ഹർഷാത്സ മുനിം കിം കരോമീത്യഭാഷത തമുവാച മഹാതേജ വസിഷ്ഠോ ജ്ഞാനിനം വര. തഥാ ഇതി. ഓക്കെ, അങ്ങനെ. എന്താ ഇപ്പോൾ രാജാവിനോട് വയ്യ പറയൂ? ഒരിക്കലും പറയില്ല. ശരി, അങ്ങനെ ആവട്ടെ. ഹർഷാൽ, സന്തോഷം. വസിഷ്ഠന് അത്ര സാരാണ് ശ്രീരാമനെ. സഹ അവൻ കിം കരോമി ഇതി മുനിം അഭാഷത, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് മുനിയോട് ചോദിച്ചു. ജ്ഞാനിനം വരഹ മഹാതേജാഹ വസിഷ്ഠ, ജ്ഞാനികൾ ശ്രേഷ്ഠനും മഹാതേജസ്വിയായ വസിഷ്ഠൻ തം ഉവാച, അവനോട് പറഞ്ഞു. അതായത് ശരി, ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം എന്ന് ദശരഥനോട് പറഞ്ഞതിന് ശേഷം, അതായത് ഇത് സുമന്ത്രരാണ് കേട്ടോ, വസിഷ്ഠനല്ല, സുമന്ത്രരോടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവസാനം പറഞ്ഞ സുമന്ത്രരോട് ഞാൻ ഇങ്ങനെ എല്ലാം ഒരുക്കി കൊടുക്കണമെന്ന്. അപ്പോൾ സുമന്ത്രര് ശരിയെന്ന് പറഞ്ഞു. ആരോട്? ദശരഥനോട്. എന്നിട്ട് സുമന്ത്രര് വസിഷ്ഠനോട് ചോദിച്ചു, എന്തൊക്കെ വേണ്ടതെന്ന് ചോദിക്കണം. അതായത് വസിഷ്ഠരോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ വസിഷ്ഠൻ സുമന്ത്രരോട് ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയണതാണ് കേട്ടോ. അതായത് ശരിയെന്ന് രാജാവിനോട് ഞാനും അങ്ങനെ രാജാഭിഷേകത്തിന് വേണ്ടതൊക്കെ ചെയ്യാൻ ഒരുങ്ങാമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വസിഷ്ഠനോട് ചോദിച്ചു. ആര്? സുമന്ത്രര്. വസിഷ്ഠൻ പറഞ്ഞ പോലെ ചെയ്യാനല്ലേ പറഞ്ഞേ. അപ്പോൾ വസിഷ്ഠനോട് ചോദിച്ചു. അപ്പോൾ വസിഷ്ഠൻ സുമന്ത്രരോട് പറയണതാണ് അടുത്ത ശ്ലോകം. സുമന്ത്രരെ ചോദിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ചോദിച്ചു. അപ്പോൾ വസിഷ്ഠൻ സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞു. തഥേതി ഹർഷാൽ സ മുനിം കിം കരോമീത്യഭാഷത തമുവാച മഹാതേജ വസിഷ്ഠോ ജ്ഞാനിനാം വര. വളരെ ജ്ഞാനിയായിട്ടുള്ള വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? ശ്വപ്രഭാതേ മധ്യകക്ഷേ കന്യകാ സ്വർണഭൂഷിത തിഷ്ഠന്തു ഷോഡശഗജ സ്വർണരത്നാദിഭൂഷിത. എന്തൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞറിയോ? ശ്വപ്രഭാതേ, നാളെ പ്രഭാതത്തിൽ സ്വർണഭൂഷിതാഹ ഷോഡശകന്യാഹ, സ്വർണ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട 16 കന്യകകൾ വേണം. പിന്നെയോ സ്വർണ രത്നാധിഭൂഷിത ഗജം, സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞ ആന വേണം. മധ്യകക്ഷേ തിഷ്ഠന്തു, നടുവിലെ ദ്വാരത്തിൽ നിൽക്കട്ടെ. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സുമന്ത്രരാണ് ഒരുക്കാനേ. വസിഷ്ഠൻ പറയുകയാണ് എന്തൊക്കെ വേണ്ടത്. നാളെ രാവിലെ സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട 16 കന്യകമാരും സ്വർണവും രത്നവും കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട ആനയും, ഒരാന, അത് ഒന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, നടുവിലെ
ആ നടുക്കൊരു ഗോപുരമുണ്ട്, ആ ഗോപുരദ്വാരത്തിൽ നിൽക്കണം. 16 സ്വർണ്ണ നല്ല അലങ്കരിക്കപ്പെട്ട 16 കന്യകകളും നല്ല ഭംഗിയുള്ള സ്ത്രീകളും ഒരാനയും ആ പ്രധാന ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ, ആ ഗോപുരദ്വാരത്തിൽ നിൽക്കട്ടെ. അതാണ് ആദ്യത്തെ. ശ്വപ്രഭാതേ മധ്യകക്ഷേ കന്യകാ സ്വർണഭൂഷിതാഃ തിഷ്ഠന്തു ഷോഡശഗജ സ്വർണരത്നാദിഭൂഷിതാ. ഒന്നും കൂടി ചെയ്ത് നിർത്താം. ചതുർദന്ത സമായാതു ഐരാവതകുലോദ്ഭവ നാനാതീർത്ഥോദകൈ പൂർണ സ്വർണകുംഭ സഹസ്രശ. ഐരാവതകുലോദ്ഭവ ചതുർദന്ത, ഐരാവതത്തിൻ്റെ കുലത്തിൽ ജനിച്ച 4 കൊമ്പൻ വേണം. സമായാതു വരണം. ഒറ്റാനുള്ള ഒറ്റക്കൊമ്പ 2 കൊമ്പുള്ള ആന പോരാ. ഐരാവതത്തിൻ്റെ കുലത്തിൽ, ഐരാവതത്തിന് ഇന്ദ്രൻ്റെ പിന്നെ ആനയാണല്ലോ ഐരാവതം, വാഹനമാണല്ലോ. ഐരാവതം ശരിക്കും പാലാഴി കിടഞ്ഞപ്പോൾ കിട്ടിയതാണ്. 4 കൊമ്പുള്ള ആനയാണ്. ആ ഐരാവതത്തിൻ്റെ കുലത്തിൽ ജനിച്ച എല്ലാ ആനകൾക്കും 4 കൊമ്പുണ്ടാവും. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഐരാവതത്തിൻ്റെ കുലത്തിൽ ജനിച്ച 4 കൊമ്പൻ സമായാതു ഇവിടെ ഉണ്ടാവണം. നാനാതീർത്ഥോദകൈ, എല്ലാ, അതായത് നാനാതീർത്ഥോദകൈ പൂർണാഹ സ്വർണകുംഭാഹ സഹസ്രശ. ഈ പല പല തീർത്ഥങ്ങളിൽ പോയിട്ട് സംഭരിച്ചിട്ട് 1000 സ്വർണ്ണ കലശങ്ങൾ വേണം. പല 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 തീർത്ഥങ്ങളിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് 1000 സ്വർണ്ണ കലശത്തിൽ അവിടെ റെഡിയാക്കണം. 4 കൊമ്പനാന വേണം. 1000 സ്വർണ്ണ കലശത്തിൽ തീർത്ഥം വെക്കണം. ചതുർദന്ത സമായാതു ഐരാവത കുലോദ്ഭവ നാനാതീർത്ഥോദകൈ പൂർണ സ്വർണകുംഭ സഹസ്രശ. സ്ഥാപ്യന്താം നവ വൈയാഘ്രചർമാണി 3 ചാനയാ ശ്വേതഛത്രം രത്നദണ്ഡം മുക്താമണിവിരാജിതം. സ്ഥാപ്യന്ത്യം എന്നാണ്, സ്ഥാപ്യന്താം എന്നാണ്, അതായത് സ്ഥാപിക്കണം എന്ന്. സ്ഥാപ്യന്താം എന്താ സ്ഥാപിക്കേണ്ടത്? 3 നവ വാവയ്യാഘ്രചർമാണി ച ആനയ, 3 പുതിയ പുലിത്തോല് കൊണ്ടുവരണം. 3 പുതിയത്, അതായത് പുലിയെ കൊന്ന 3 പുലിയെ ഇപ്പോൾ ഫ്രഷായിട്ട് കൊന്നിട്ട് അതിൻ്റെ പുലിത്തോല് വേണം. പുലിത്തോലും പിന്നെയോ വേഗം പുലിത്തോല് വരുത്തണം, ആരോടെങ്കിലും പറഞ്ഞിട്ട്. പിന്നെ മുക്താമണി വിരാജിതം രത്നദണ്ഡം ശ്വേതഛത്രം, മുത്തും രത്നവും പതിച്ച പിടിയോടുകൂടിയ വെൺകൊറ്റക്കുട. ഛത്രം പറഞ്ഞില്ലേ, ശ്വേതഛത്രം, അതായത് വെളുത്തത്, വെൺകൊറ്റക്കുട. ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറയണേ? ഇതൊക്കെ അവിടെ ഉണ്ടാവണം, ഇതൊക്കെ അവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ? 3 പുതിയ പുലിത്തോല് കൊണ്ടിരിക്കണം. പിന്നെയോ ഈ ഒരു കൊട, വെൺകൊറ്റക്കുട, അതിൻ്റെ പിടി എങ്ങനെയാണ്? മുത്തും രത്നവും പതിച്ച പിടിയോടുകൂടിയ വെൺകൊറ്റക്കുട റെഡിയാക്കണം. സ്ഥാപ്യന്താം നവവൈയാഘ്രചർമാണി, വ്യാഘ്രത്തിൻ്റെ, അതാണ് വ്യാഘ്രം ച നരിയല്ലേ. നവവൈയാഘ്രചർമാണി 3 ചാനയ 3 ശ്വേതഛത്രം വെൺകൊറ്റക്കുട രത്നദണ്ഡം മുക്താമണി വിരാജിതം. പിടി അത്ര കേമായിട്ടുള്ള പിടിയാണ് കേട്ടോ. ഒക്കെ വിസ്തരിച്ച് പറയേണ്ട വസിഷ്ഠൻ. ദിവ്യമാല്യാനി വസ്ത്രാണി ദിവ്യാന്യാഭരണാനി ച മുനയ സൽകൃതാസ്തത്ര തിഷ്ഠന്തു കുശപാണയ. ദിവ്യമാല്യാനി, ദിവ്യങ്ങളായ മാലകൾ, വസ്ത്രങ്ങൾ, ദിവ്യാനി ആഭരണാനി, പിന്നെ ആഭരണങ്ങൾ, സത്കൃത മുനയ, സൽക്കരിക്കപ്പെട്ട മുനികൾ, കുശപാണയ, കയ്യിൽ ദർഭള്ള കൂടിയിട്ട് മുനിമാരെ ദർഭ പിടിച്ചിട്ട് തത്ര തിഷ്ഠന്തു, അവിടെ നിൽക്കണം. അതായത് എന്താ അതിൽ പറഞ്ഞു വെച്ചാൽ, വളരെ വിശേഷമായ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലകളും പിന്നെ പട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണം. പിന്നെ നമ്മളെ മുനിമാരുടെ കയ്യിൽ ദർഭകൾ പിടിച്ച് അവരെ നല്ലോണം ആദരിക്കണം. അങ്ങനെ ആദരിക്കപ്പെട്ട മുനിമാരെ ദർഭ പിടിച്ച് നിൽക്കണം.
ഇത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. 12 വായിച്ചിട്ട് ദിവ്യമാല്യാനി വസ്ത്രാണി ദിവ്യാന്യാഭരണാനി ച മുനയ സൽകൃതാസ്തത്ര തിഷ്ഠന്തു കുശപാണയ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.